അമേരിക്കക്കാർ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ട്രംപിനെ മാറ്റി ജോ ബൈഡനെ കൊടുത്തു. അവിടെ ആകെ ദ്വികക്ഷി രാഷ്ട്രീയമാണ്, മൂന്നാം കക്ഷി എന്നുള്ള സാധനമല്ല. ഒരു ഡീപ് സ്റ്റേറ്റ് ആണ്, നിഗൂഢ രാഷ്ട്രമാണ്. രണ്ടാലൊരു കക്ഷിയെ മാത്രം തെരഞ്ഞെടുക്കാൻ അവകാശം ഉള്ള പരിമിതമായിട്ടുള്ള ജനാധിപത്യമൊക്കെ നിലനിൽക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് ആണ് അമേരിക്ക. അമേരിക്കയിൽ ആര് വന്നാൽ എന്ത് എന്നുള്ളതാണ്. അമേരിക്കയുടെ പോളിസിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകും. അമേരിക്കയുടെ പോളിസി എന്ന് പറഞ്ഞാൽ കൈകടത്തലാണ്. ദുർബലരായിട്ടുള്ള രാഷ്ട്രങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴടക്കി, അതല്ലെങ്കിൽ അവിടെയൊക്കെ അവരുടെ പാവ ഗവൺമെന്റിനെ സ്ഥാപിച്ച് അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി അവിടുത്തെ വിഭവങ്ങളൊക്കെ ഊറ്റി കുടിച്ചിട്ടാണ് അമേരിക്ക എന്നുള്ള രാജ്യം ഉണ്ടായത് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്. മിഡിൽ ഈസ്റ്റിലുള്ള സമ്പത്ത്, അതായത് പെട്രോൾ ഡോളർ ഊറ്റി കുടിച്ചിട്ടാണ് അമേരിക്ക എന്നുള്ള രാഷ്ട്രം കെട്ടിപ്പടുത്തത്. അവരൊരു വലിയ സാമ്രാജ്യമായി മാറിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പോളിസി മാറ്റാൻ ഈ ദ്വികക്ഷി സമ്പ്രദായം മാത്രം അനുവദിക്കപ്പെട്ടുള്ള, അത്ര പരിമിതമായിട്ടുള്ള ഒരു ജനാധിപത്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഈ രാജ്യത്തിന് അവരുടെ പോളിസി മാറ്റാനൊന്നും തന്നെ ഈ പറയപ്പെട്ട ജോ ബൈഡന് സാധിക്കുമോ? ഒന്നാമതായിട്ടുള്ള അമേരിക്കയുടെ കുതന്ത്രമാണ് ഇസ്രായേൽ എന്നിട്ടുള്ള ഒരു അധിനിവേശ രാഷ്ട്രം മിഡിൽ ഈസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തിനാണ്? അറബികളെ പേടിപ്പിക്കാനാണ്. ലോകത്ത് കറങ്ങിത്തിരിഞ്ഞ് നടന്നിട്ടുള്ള അക്രമികളായിട്ടുള്ള ജൂതന്മാരെയൊക്കെ കൂട്ടമായി കൊണ്ടുവന്നിട്ട് മിഡിൽ ഈസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള അറബികളുടെ ഹൃദയഭൂമിയിൽ അവരെ കൊണ്ട് കുടിയിരുത്തി എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള സർവായുധങ്ങളും നൽകി, അണുവായുധം ഉൾപ്പെടെയുള്ള ആയുധങ്ങളൊക്കെ നൽകി, ചുറ്റുമുള്ള അറബികളെയൊക്കെ ആക്രമിക്കാനുള്ള സർവ്വ ലൈസൻസും UN അടക്കമുള്ള ഈ പറയപ്പെട്ടുള്ള അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ലോകരാജ്യങ്ങളൊക്കെ ആ ലൈസൻസ് ഇവർക്ക് കൊടുത്തിരിക്കണം. ആ ലൈസൻസിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഏത് കുട്ടികളെയും ഫലസ്തീന് കൊല്ലാനും എന്തിനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ അവകാശമുള്ള ഒരു സ്ഥലം. ഈ ഒരു പോളിസിക്കെതിരെ ജോ ബൈഡൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇസ്രായേൽ കാണിക്കുന്ന ഈ അധിനിവേശം, ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം നിർത്തണം എന്ന് അമേരിക്ക ഒരു പോളിസി എടുക്കുമോ? അങ്ങനെ ജോ ബൈഡന് വല്ല ലൂസ് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജോ ബൈഡന് ലൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇംപീച്ച്മെന്റ് സംവിധാനത്തിലൂടെ ചവിട്ടിപ്പുറത്താകും. ഇതാണ് അമേരിക്ക. അമേരിക്കയെ കുറിച്ചിട്ടുള്ള ഒരു ബാലപാഠം നമ്മൾ അറിയണ്ടേ. ജോ ബൈഡൻ എന്തെങ്കിലുമൊക്കെ ഹദീസോ ആയത്തോ ഒക്കെ ഉദ്ധരിച്ചാൽ കോയമാര് മൊത്തം ഇതാ മഹദീമാ പോന്നിരിക്കുന്നു എന്ന തരത്തിൽ പോകേണ്ടതുണ്ടോ? ഇത്രക്കധികം നിഷ്കുകളായി മാറിയോ ആളുകൾ? നമ്മളുടെ പ്രതീക്ഷ പുറത്തു നിന്നാണ്. പുറത്തുനിന്ന് ഏതോ രക്ഷകൻ വരും, ഏതോ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് ഒരു രക്ഷകനെ ഉള്ളിൽ നിന്ന് എടുക്കാനുള്ള ഒരു ത്രാണിയില്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ നിന്നാണെങ്കിലും പുറത്താണെങ്കിലും എവിടുന്നോ വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. നമ്മെ രക്ഷിക്കാനോ നമ്മളെ സ്വയം പര്യാപ്തരാക്കാനോ നമുക്ക് ഒരു സാധ്യതയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളവരൊക്കെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവര് എപ്പോഴും പൊളിറ്റിക്സ്, ജനാധിപത്യത്തെ കുറിച്ച് തോരാതെ സംസാരിക്കുകയും ലോകത്തെല്ലായിടത്തും ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ റൈറ്റ് ആണെന്ന് പറയുന്ന ആളുകളാണ് ഇവർ. അതുകൊണ്ടാണ് അവർ അഫ്ഗാനിസ്ഥാനിൽ ഇടപെടുന്നത്, അതല്ലെങ്കിൽ ക്യൂബയിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ ചൈനയിൽ നോർത്ത് കൊറിയയിലൊക്കെ ഇടപെടുന്നത്. ഇപ്പൊ നോർത്ത് കൊറിയയിൽ ഇടപെടാൻ വരാത്തത് അവരേലും അനുഭവമുണ്ട്, അങ്ങോട്ട് വിടാൻ പറ്റി വാഷിംഗ്ടണിലേക്ക്. അതുകൊണ്ടാണ് ഇടപെടാത്തത്. അല്ലെങ്കിൽ അവർ ഇടപെടും, എല്ലായിടത്തും വന്നിട്ട് ജനാധിപത്യം സ്ഥാപിക്കും. എന്തേ ഇവര് മിഡിൽ ഈസ്റ്റിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ UAE-ലും സൗദി അറേബ്യയിലും ഖത്തറിലൊന്നും ജനാധിപത്യം സ്ഥാപിക്കാൻ ഇവർ ഇടപെടാത്തത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കയാൽ നിയന്ത്രിക്കപ്പെടുന്ന പാവകളാണ് അവിടെയുള്ളത്, കർസായിമാരാണ് ഉള്ളത് എന്ന് ആർക്കാണ് അറിയാത്തത്? ഇതൊന്നും അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ നടിക്കുകയാണോ കോയമാര്? അത് നിഷ്കളങ്കത അങ്ങേയറ്റം ഹൃദയത്തിൽ പേറി നടക്കുന്ന മരയൂളകളായതുകൊണ്ടാണോ നമ്മൾ ആൾക്കാരെങ്കിലും ഫേസ്ബുക്കിൽ വന്നിട്ട് ഇങ്ങനെ ജോ ബൈഡൻ വന്നു എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്നത്? ഒരു കാര്യമെങ്കിലും നമ്മൾ ആലോചിച്ചൂടെ? അമേരിക്കയുടെ ഈ അധിനിവേശം ലോക പോലീസിങ്ങിന് പറ്റിയ ആളല്ല ഏത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു പൊട്ടന് അമേരിക്കയുടെ ഈ പോളിസി ഉണ്ടല്ലോ, അധിനിവേശ പോളിസി, മറ്റു ലോക പോലീസിങ്ങിന് കുറെ ശക്തി വേണം. വെറുതെ അങ്ങ് ലോക പോലീസ് ആവാൻ കഴിയില്ലല്ലോ. ആ ഇൻവേഷൻ നടത്തി മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെയുള്ള വിഭവങ്ങൾ ഊറ്റി കൊണ്ടുവരണമെങ്കിൽ ആ രാജ്യത്തെ നയിക്കുന്നത് അത്തരം പോളിസികളെയൊക്കെ താലോലിച്ച് കൊണ്ടുപോകാൻ പറ്റിയ നേതാവായിരിക്കണം. അതിന് പറ്റിയ ആളല്ല ട്രംപ്. അയാളൊരു കൂസനാണ്, അയാളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് അമേരിക്കക്കാർ തിരിച്ചറിഞ്ഞ് വേറെ ആളെ കൊണ്ടുവന്നു.
അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അപ്പോ അത് ആർക്കാണ് തിരിച്ചടി? നമുക്കാണ് തിരിച്ചടി. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന കൂസൻ പോകുന്നത് അമേരിക്കൻ പോളിസിയെ അവർ ഒന്ന് തിരുത്തിയതാണ്. അമേരിക്കൻ പോളിസി തിരുത്തുക എന്ന് പറഞ്ഞാൽ നിവേശം ഒന്നുകൂടി ശക്തമാകും. നമ്മളുടെ മേലുള്ള അധിനിവേശ കരങ്ങൾ ഒന്നുകൂടി ശക്തമാകും. ഇസ്രായേൽ എന്നുള്ള ഭീകര രാഷ്ട്രം ഒന്നുകൂടി ശക്തമായി ഇടപെടും. അതാണ് അമേരിക്കൻ പോളിസി, അതാണ് നടക്കാൻ പോവുക. അതെങ്കിലും ഒന്ന് ചുരുങ്ങിയ പക്ഷം നമ്മളുടെ ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുക ഈ അവസരത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.